ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BSc മാത്സ് ഫസ്റ്റ് സെമ്മിൻ്റെ 15ാമത്തെ പാർട്ട് നോക്കാം. സോൾവ്. എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈസ് ഈക്വൽ ടു 9, 2x പ്ലസ് 4y മൈനസ് 3z ഈസ് ഈക്വൽ ടു 1, 3x പ്ലസ് 6y മൈനസ് 5z ഈസ് ഈക്വൽ ടു 0. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യണം. നമ്മളെന്താണ് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ എന്താണ് സോൾവ് ചെയ്യുന്നത്, അല്ലെ? ഒരുപാട് മെത്തേഡിലൂടെ നമ്മൾ പഠിച്ചതാണ്. നമുക്കിവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഗോഷ്യൻ എലിമിനേഷൻ പഠിച്ചിരുന്നു, അല്ലേ? അതിൻ്റെ റോ എക്ലോൺ ഫോമും റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമും പഠിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇത് വെച്ച് സോൾവ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി എന്താണ് പാർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം, നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ മെട്രിക്സ് ആക്കി എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് മെട്രിക്സ് ആക്കി എഴുതുന്നത്? എങ്ങനെയാണ് മെട്രിക്സ്? ഇവിടെ നോക്കിയ ഒന്നാമത്തെ ഇക്വേഷൻ എക്സിൻ്റെ ഇവിടെ 1, വൈയുടേത് 1, ഇസഡിൻ്റെ 2. അപ്പോൾ 1 1 2. അടുത്തത് ഇവിടെ എന്തുണ്ട്, 9 ഉണ്ട്. അപ്പോൾ ഇവിടെ 9 എഴുതാം. അതുപോലെ ബാക്കി എഴുതുമ്പോഴത്തേക്ക് കണ്ടത് ഇവിടെ 2 4 -3 1. അതിവിടെ എഴുതുക. അടുത്തത് 3 6 -5 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റം ഓഫ് ഇക്വേഷനെ മെട്രിക്സ് ആക്കി എഴുതുന്നത്, അല്ലേ? നമുക്ക് ഈ മെട്രിക്സിൻ്റെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിച്ചാൽ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കിട്ടും, അല്ലേ? റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എലമെൻ്ററി റോ ഓപ്പറേഷൻ വഴിയാണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം വരുന്നത് മെട്രിക്സ് 1 0 0 1, 0 1 0 2, 0 0 1 3. ഇതാണ് ഇവിടെ മെട്രിക്സിൻ്റെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. ഓക്കെ അല്ലേ? ഈ മെട്രിക്സ് നോക്കിയേ 1 1 2 2 4 -3 3 6 -5. കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വന്ന് ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നല്ലേ? 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇവിടെ നോക്കിയേ 9 1 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വന്ന് നോക്കിയേ 1 2 3. ക്ലിയർ അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ പറയാൻ വേണ്ടി പറ്റും. എക്സ് എന്താണ് 1 ആണ്, വൈ 2, ഇസഡ് 3. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ റോ എക്ലോൺ ഫോം എഴുതുമ്പോഴത്തേക്ക് കണ്ട ഇതാണ് ഈ മെട്രിക്സിൻ്റെ റോ എക്ലോൺ ഫോം. കണ്ട ഇതാണ് റോ എക്ലോൺ ഫോം. ഇതെന്താണ്? ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ റോ എക്ലോൺ ഫോമിൽ ഇവിടെ വരുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ. ഓക്കെ, അത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, ഇസഡ് ഈസ് ഈക്വൽ ടു 3. ഇനി ഇത് വേണമെങ്കിൽ എന്താണ് ഈ മെട്രിക്സിനെ നമുക്ക് ഒരു സിസ്റ്റം ആക്കി എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുന്ന നോക്കിയേ. മെട്രിക്സ് 1 0 0 0 1 0 0 0 1 ഇൻറ്റു ഇതെന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഇൻറ്റു എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3. ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സിസ്റ്റം ആക്കി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ട ഈ മെട്രിക്സും
ഈ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, വൈ ഈസ് ഈക്വൽ ടു 2, ഇസഡ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇല്ലെങ്കിലാണ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇതെന്താണ് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്, എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കിയേ. എ ലീനിയർ സിസ്റ്റം വിത്ത് വൺ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ മാത്രമുള്ള ലീനിയർ സിസ്റ്റം. ഓക്കെ അല്ലേ? എ ലീനിയർ സിസ്റ്റം വിത്ത് വൺ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനെ കാണത്തുള്ളൂ. ഇവിടെ ഇക്വേഷൻ നോക്കിയേ. 2x plus y is equal to 4. 5x plus 2y is equal to 9. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്താണ് ഒരുപാട് മെത്തേഡുകൾ പഠിച്ച് അല്ലേ? ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് പഠിച്ച് അല്ലെ, ഗോഷ്യൻ എലിമിനേഷൻ നമ്മുടെ എലിമെന്ററി ഓപ്പറേഷൻ വഴി ചെയ്യുന്ന പഠിച്ച്, പിന്നെ എങ്ങനെയൊക്കെ നമുക്കറിയാം ക്രാമേഴ്സ് റൂൾ വെച്ച് അല്ലെ, അങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, രണ്ട് ഇക്വേഷൻ തന്നാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഇക്വേഷൻ അല്ലേ, 2x plus y is equal to 4, 5x plus 2y is equal to 9. രണ്ടെന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ നമ്മൾ പണ്ട് പഠിച്ച രീതിയിൽ സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എങ്ങനെ വരും? വേണ്ട, ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2x-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x. ഓക്കെ, y-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y ഇസ് ഈക്വൽ ടു 4-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 2 8. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കാം. ഇവിടെ നോക്കിയേ, ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3യും നോക്കിയേ, നമുക്ക് 2 - 3 ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്യാം. അപ്പോൾ എന്ത് വരും നോക്കിയാൽ, മൈനസ് ചെയ്യുന്ന നോക്കിയോണേ. 9 - 8 ഇവിടെ 1 എന്ന് വരും, ഇസ് ഈക്വൽ ടു 2y - 2y 0 പ്ലസ് 5x - 4x x. കണ്ട, x plus 0 is equal to 1 എന്ന് വരും, x is equal to 1. എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. നമുക്കിത് ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. അവിടെ നമുക്ക് എക്സിന് 1 എന്ന് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ 1 കൊടുക്കുമ്പോൾ 2 × 1 2 പ്ലസ് y ഈസ് ഈക്വൽ ടു 4. വൈയുടെ വാല്യൂ എന്ത് വരും? y ഈസ് ഈക്വൽ ടു 4 - 2 ഈസ് ഈക്വൽ ടു 2. കണ്ടോ, എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2. ഇവിടെ നമുക്ക് എന്താണ് ഒരൊറ്റ സൊല്യൂഷനെ കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 2 ആണ്. എക്സിന് ഒരൊറ്റ വാല്യൂ ഉള്ളു, വൈയിന് എന്താണ് ഒരൊറ്റ വാല്യൂ ഉള്ളു. കണ്ട, ഏതാ വാല്യൂ വന്നത്? എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 2. ഇതല്ലാതെ എക്സിനും വൈക്കും വേറെ ഒരു വാല്യൂ ഇല്ല. ഓക്കെ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ കണ്ട, ഇവിടെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 2 ആണ്. ഇതല്ലാതെ എക്സിനും വൈനും വേറെ ഒരു വാല്യൂ ഇല്ല. അതാണ് നമ്മൾ പറയുന്നത് എ ലീനിയർ സിസ്റ്റം വിത്ത് വൺ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനേ ഉള്ളൂ, എക്സിനും വൈക്കും ഒരു വാല്യൂവേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിതിനെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയല്ലേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ സിസ്റ്റം പോലെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. കണ്ട, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് അതിൻ്റെ സിസ്റ്റം ആക്കി എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ ഒന്ന് എഴുതാം. നോക്കിയേ, 2x plus y is equal to 4, 5x plus 2y is equal to 9. ഇത് നമുക്ക് എങ്ങനെ സിസ്റ്റം ആക്കി എഴുതാം? മെട്രിക്സ് ഇവിടെ നോക്കിയേ, 2 ഇവിടെ 1, 2 1 ഇവിടെ 5 2 5 2 ഇൻറ്റു എക്സ് വൈ ഈസ് ഈക്വൽ ടു മെട്രിക്സ്
4 9 ഇങ്ങനെയാണ് സിസ്റ്റം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഈ മെട്രിക്സിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ കിട്ടിക്കോളും. അതിനായിട്ട് നോക്കിയാൽ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 1 ഇൻറ്റു വൈ വൈ കണ്ട. അപ്പോൾ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ് നോക്കിയാൽ 5 ഇൻറ്റു എക്സ് 5x പ്ലസ് 2 ഇൻറ്റു വൈ 2y. അപ്പോൾ 5x പ്ലസ് 2y എന്ന് കിട്ടും. അതാണ് 9 കണ്ട. അത് തന്നെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കണ്ട ഇവിടെ നോക്കിയല്ലോ, എന്ത് ചെയ്താൽ മതി? റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ട. ഇതാണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. ആ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിച്ച് കണ്ട ഇത് ഇതുപോലെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? ഇതാണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. അതിൽ നിന്ന് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം കണ്ട. അതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ അതുപോലെ ഒന്ന് എഴുതാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഗീവൻ സിസ്റ്റം അല്ലെ ഈ ഗീവൻ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഇങ്ങനെ എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സ് 2 1 5 2 ഈ 4 9 ഇവിടെ എഴുതണം. 4 9 ഇതിനെന്ത് ചെയ്യണം? ഈ മെട്രിക്സിനെ നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻ വഴി എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിക്കണം. കണ്ടോ? ഈ മെട്രിക്സിൻ്റെ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ മെട്രിക്സ് ആക്കി എഴുതാൻ വേണ്ടി പറ്റും. ഈ മെട്രിക്സിൻ്റെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. മെട്രിക്സ് 1 0 0 1 അല്ലേ? റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിൽ ഇവിടെ എന്ത് വരും? 1 0 0 1 നമുക്ക് അറിയാം. ഇനി അടുത്ത വരുന്നതാണ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ. നമുക്ക് ഇവിടെ 1 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും. കേട്ടോ, ഇവിടെ 1 2 എന്ന് വരും. ഓൾറെഡി നമുക്കറിയാം ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഓക്കെ, ഇനി മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ അത് ഇതുപോലെ എങ്ങനെ എഴുതാം? ഈ സിസ്റ്റം പോലെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എക്സ് വൈ ഈസ് ഈക്വൽ ടു 1 2. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എ ലീനിയർ സിസ്റ്റം വിത്ത് 1 സൊല്യൂഷൻ. ഇനി ഇതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്ങും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 5x പ്ലസ് 2y ഈസ് ഈക്വൽ 9 എന്നൊക്കെ പറയുന്നത് ലൈൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എന്താണ് +2 അല്ലെ +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും നമ്മുടെ ജോമെട്രിക്കലി എന്താണ്? ലൈൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഇത് രണ്ടും എന്താണ്? സ്ട്രെയിറ്റ് ലൈനുകളാണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈന് അല്ലെ എക്സിൻ്റെ വാല്യൂ 1 വൈയുടെ വാല്യൂ 2. സ്ട്രെയിറ്റ് ലൈന് എക്സിനും വൈക്കും എന്താണ്? ഒരു വാല്യൂ വരുന്നുള്ള. എന്നാൽ അതിൻ്റെ ആ ജോമെട്രിക്കൽ മീനിങ് എന്താണ്? ഇതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് വരുന്നത് ഞാൻ എഴുതാം. ജോമെട്രിക്കലി this means that the lines represented by the equations the system intersects
at the single point 1,2. ഇതാണ് ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ്. എന്താണ് ജിയോമെട്രിക്കലി ദിസ് മീൻസ് ദാറ്റ് ദി ലൈൻസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻസ്. കണ്ട, ഈ രണ്ട് ഇക്വേഷൻസ് വഴി റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ലൈനുകൾ. സിംപ്ലി ഈ രണ്ട് ലൈനുകൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ലൈനുകൾ സിംഗിൾ പോയിന്റ് കണ്ട 1,2 എന്ന് പറഞ്ഞ സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? കണ്ട 2x + y = 4, 5x + 2y = 9. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും, വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണ്? ഈ രണ്ട് ലൈനുകൾ x = 1 എന്നും y = 2 എന്നും പറഞ്ഞ സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് വരക്കാം. ഇത് 2x + y = 4 എന്ന് ഓർത്തോ. ഈ ലൈനാണ് 2x + y = 4. ഈ ലൈൻ 5x + 2y = 9. കണ്ടോ, ഇവന്മാർ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ് 1,2. അല്ലെങ്കിൽ എന്താണ്, ആ ഒരു സിംഗിൾ പോയിന്റ്, ഈ സിംഗിൾ പോയിന്റിൽ എന്താണ് ഈ രണ്ട് ലൈനുകൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ പോയിന്റിലൊന്നും ഈ ലൈനുകൾ മീറ്റ് ചെയ്യുന്നില്ല. ഈ സിംഗിൾ പോയിന്റ് 1,2 എന്ന് പറഞ്ഞ സിംഗിൾ പോയിന്റിൽ കണ്ട ഈ രണ്ട് ലൈനുകൾ മീറ്റ് ചെയ്യുന്നു എന്നാണ് ഈ രണ്ട് ഇക്വേഷൻ്റെ ജിയോമെട്രിക്കൽ മീനിങ്. ക്ലിയർ അല്ലേ? സിംഗിൾ പോയിന്റ്, ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ആ രണ്ട് ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. എ ലീനിയർ സിസ്റ്റം വിത്ത് വൺ സൊല്യൂഷൻ. അപ്പോഴാണ് ഒരൊറ്റ സൊല്യൂഷൻ കിട്ടുന്നത്. സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്താൽ അവിടെ ഒരു സൊല്യൂഷനേ കാണത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തത് എ ലീനിയർ സിസ്റ്റം വിത്ത് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ജിയോമെട്രിക്കൽ മീനിങ് എന്താണ്? അവിടെ രണ്ട് ലൈനുകൾ എന്താണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. രണ്ട് ലൈനുകൾ എന്താണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, x + y = 3, 2x + 2y = 5. എടി ഇത് രണ്ടും സെയിം ഇക്വേഷൻ ആണ്. ഇത് രണ്ടും എന്താണ്? സെയിം ഇക്വേഷൻ ആണ്. നമുക്കിത് ഇതിനെ 1 എന്ന് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2 കിട്ടും. സിമ്പിൾ എന്താണ്? ആ രണ്ട് ഇക്വേഷൻസ് എന്താണ്? സെയിം ആണ്. ആ രണ്ട് ഇക്വേഷൻസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇതിനെ നമ്മുടെ സിസ്റ്റം ആക്കി എഴുതാം. മെട്രിക്സ് 1 1 2 2 ഇൻറ്റു എക്സ് വൈ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 5. ഇവിടെ നോക്കിയേ, 1 × x എക്സ് പ്ലസ് 1 × y y. അപ്പോൾ x + y = 3. കണ്ട, ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്ത 2x + 2y = 5, ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? സെയിം ആണ്. ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. x + y = 3, 2x + 2y = 5. ഇത് രണ്ടും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എക്സിനും വൈക്കും എന്താണ്? വാല്യൂസ് ഇല്ല അല്ലേ? എക്സിനും വൈക്കും എന്താണ്? വാല്യൂസ് ഇല്ല. ഇവിടെ 2x + 2y = 6 എന്നായിരുന്നെങ്കിൽ എക്സിനും വൈക്കും വാല്യൂ ഉണ്ടല്ലേ? അല്ലെങ്കിൽ ഇവിടെ x + y = 2.5 എന്നായിരുന്നെങ്കിൽ എന്താണ്? എക്സിനും വൈക്കും വാല്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണ്? രണ്ടും എന്താണ്? വേണ്ടത് ഇവിടെ x + y. സോറി, ഇക്വേഷൻ നമ്പർ 1 × 2 അല്ല. ഇതെന്താണ്? തെറ്റാണ്. ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ്? നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ? ഇവിടെ x + y = 3. കണ്ട, ഈ x + yനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x + 2y കിട്ടും. പക്ഷെ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടത്തില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്?
ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കുക, സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ സിസ്റ്റം ആക്കി എഴുതുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മെട്രിക്സ് 1 1 2 2, ഇവിടെ എന്ത് എഴുതണം 3 5. ഇതിൻ്റെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ വരും, മെട്രിക്സ് 1 1 3 0 0 -1 എന്ന് വരും. കണ്ടോ, ഇതാണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. പക്ഷെ ഇത് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആണ് അല്ല. അപ്പോൾ ഈ മെട്രിക്സിനെ നമുക്ക് എന്താണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കി എഴുതാൻ വേണ്ടി പറ്റത്തില്ല. റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആയിരുന്നെങ്കിൽ എന്താ, അത് ഇവിടെ 1 വരണം, ഇവിടെ 0 വരണം. പക്ഷെ നമുക്ക് അങ്ങനെ എന്താണ് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. ഈ മെട്രിക്സിനെ നമുക്ക് എന്താണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കി മാറ്റാൻ പറ്റത്തില്ല. ഈ മെട്രിക്സിന് നമ്മൾ എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2 0 കിട്ടും, അവിടെ 2 0 കിട്ടും, 2 0 കിട്ടും. ഓക്കെ, ഈ മെട്രിക്സിനെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിൽ എഴുതാൻ പറ്റത്തില്ല അല്ലേ. ഇവിടെ നോക്കിയേ 1 1 0 0. ഇത് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആയിരുന്നെങ്കിൽ എന്താണ്, ഇവിടെ 1 ഇവിടെ 0, ഇവിടെ 1 വരണം, ഇവിടെ 0 വരണം അല്ലേ, എന്നാലേ അത് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആവത്തുള്ളായിരുന്നു. പക്ഷേ ഇതെന്താണ് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം അല്ല. അപ്പോൾ ഈ മെട്രിക്സിനെ നമുക്ക് റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കി എഴുതാൻ പറ്റത്തില്ല. കണ്ടോ, ഇതിനെ നമ്മൾ എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും, ഇങ്ങനെ വരുമെന്നേ ഉള്ളൂ. കണ്ടോ, എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതെന്താണ്, ഇവിടെ രണ്ടും 0 കിട്ടും, ഇവിടെ രണ്ടും 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് റോ എക്ലോൺ ഫോം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. അല്ലേ, ഇത് റോ എക്ലോൺ ഫോം ആണെന്ന് പറയാൻ പറ്റും, പക്ഷെ റിഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം അല്ല. അപ്പോൾ ഇവിടെ രണ്ടും 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്നാണ് അർത്ഥം. ഓക്കെ, നമ്മളിങ്ങനെ സിസ്റ്റം ആക്കി എഴുതുമ്പോഴത്തേക്ക് ഇവിടെ രണ്ടും 0 വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് നോ സൊല്യൂഷൻ ആണ്, സൊല്യൂഷൻ ഇല്ല. ഓക്കെ, സൊല്യൂഷൻ ഇല്ല. ഓക്കെ, therefore this system has no solution, സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണ്, ഞാൻ എഴുതുന്നില്ല. ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണ്, ഈ രണ്ട് ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ രണ്ട് ലൈനുകൾ എന്താണ് പാരലലാണ്, ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈ രണ്ട് ലൈനുകൾ എന്താണ് പാരലലാണ് അല്ലേ. പാരലൽ ലൈൻസ് എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല അല്ലേ. പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈനുകൾ എന്താണ് പാരലലാണ്. അപ്പം എ ലീനിയർ സിസ്റ്റം വിത്ത് നോ സൊല്യൂഷൻ, സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ രണ്ട് ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല, പരസ്പരം ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ആ രണ്ട് ലൈനുകൾ പാരലലാണ്. ഓക്കെ അല്ലേ, ഇതാണ് ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ്. അപ്പോൾ അടുത്തത് എ ലീനിയർ സിസ്റ്റം വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, അപ്പം ഞാൻ എഴുതാം, ലീനിയർ സിസ്റ്റം എഴുതാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4, 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4, 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. ഇതെന്താണ് ലീനിയർ സിസ്റ്റം വിത്ത് മെനി സൊല്യൂഷൻസ്. ഇവിടെ നോക്കി, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. കണ്ടോ, ഈ രണ്ട് ഇക്വേഷൻസ് സെയിം ആണ്. കണ്ടോ, ഇവിടെയാണ് സെയിം കേസ് വരുന്നത്. ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ് സെയിം ആണ്. നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ നമ്പർ 2 കിട്ടും. മീൻസ് എന്താണ്, ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ് സെയിം ആണെന്ന് വേണേൽ പറയാം അല്ലേ, സെയിം ആണെന്ന് പറയാം. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പം
നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ 2x + 2y = 8 എന്ന് പറയുന്ന ഇക്വേഷനും x + y = 4 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? സെയിം ആണ്. രണ്ടും സെയിം ആണ്. അപ്പം നമുക്ക് എന്താ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ പോരെ? x + y = 4 ഇതല്ലേ എളുപ്പം. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പം വൈക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. കണ്ടാ, ഇതൊരു സൊല്യൂഷനാണ്. അടുത്തത് ഇവിടെ എക്സിന് നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ വൈക്ക് എന്ത് വരും? വൈ എന്ന് പറയുന്നത് 3 വരും അല്ലേ? 3 + 1 അല്ലേ 4. അടുത്ത നമുക്ക് എക്സിന് 2 കൊടുത്താൽ വൈക്ക് 2 വരും. കണ്ടാ, ഇങ്ങനെ നമുക്ക് എന്താണ് ഒരുപാട് സൊല്യൂഷൻസ് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇവിടെ x + y = 4, 2x + 2y = 8. ഇത് രണ്ടും എന്താണ്? സെയിം ഇക്വേഷൻ ആണ്. നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ നമ്പർ 2 കിട്ടും. രണ്ടും സെയിം ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മളുടെ x + y = 4 മാത്രം നോക്കിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ മെട്രിക്സ് സിസ്റ്റം ആക്കി എഴുതാം. നോക്കിയേ, ഇവിടെ 1 1 4 1 1 4, അടുത്തത് 2 2 8 ഇൻറ്റു. ഓക്കെ, ഈ മെട്രിക്സിന് എന്താണ്? ഈ മെട്രിക്സ് നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. ഇതിന് എലമെൻ്ററി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ വരും. മെട്രിക്സ് 1 1 4 0 0 0 എന്ന് വരും. കണ്ടാ, ഇത് റിഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഒന്നും അല്ല കേട്ടോ. നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടാ, ഇവിടെ നോക്കിയേ, ഇവിടെ 3 എലമെൻറ്റും 0 വന്ന്. കഴിഞ്ഞ കേസിൽ 2 എലമെൻ്റ് ആയിരുന്നു 0. ഇവിടെ എന്താണ്? 3 എലമെൻറ്റ് 0 വന്ന്. അപ്പോൾ 3 എലമെൻറ്റ് 0 വരുവാണെങ്കിൽ എന്താ? ആ ലീനിയർ സിസ്റ്റത്തിന് എന്താണ്? മെനി സൊല്യൂഷൻസ് ആണ്. ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണ്? മെനി സൊല്യൂഷൻസ് ആണ്. ഇവിടെ 3 0 വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മെനി സൊല്യൂഷൻസ് ആണ്. ഓക്കെ അല്ലേ? മെനി സൊല്യൂഷൻസ് ആണ് വരുന്നത്. ഇവിടെ എന്താണ്? 2 0 ആയിരുന്നപ്പോഴത്തേക്ക് നോ സൊല്യൂഷൻ. 2 0 ആയിരുന്നപ്പോൾ നോ സൊല്യൂഷൻ. 3 0 വന്നപ്പോൾ എന്താണ്? മെനി സൊല്യൂഷൻ ആണ്. Therefore this system has അല്ലെങ്കിൽ have many solutions. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? ജനറൽ ആക്കി എങ്ങനെ എഴുതാം? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇക്വേഷൻ എന്താണ്? x + y = 4 അല്ലേ? x + y = 4 അല്ലേ? അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ലെറ്റ് y = 4, ലെറ്റ് y = a എന്നെടുക്കാം. y = a. y എന്ന് പറയുന്നത് എന്താണ്? a എന്നെടുക്കാം. a എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. 1 2 3 4 എന്നതിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. റിയൽ നമ്പേഴ്സിലെ ഏത് വാല്യൂ വേണമെങ്കിലും അവിടെ വരും. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? കറസ്പോണ്ടിങ് y a എന്നെടുത്തല്ലേ? y a എന്നെടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? കറസ്പോണ്ടിങ് x = കണ്ടോ, നമ്മളിവിടെ a എന്നെടുത്ത്. അപ്പം x + a = 4 ആണെങ്കിൽ x എന്ത് വരും? x എന്ന് പറഞ്ഞാൽ 4 - a എന്ന് വരും. കണ്ടോ, x = 4 - a. ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ. കണ്ടോ, y = a യും x = 4 - a. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ജനറൽ ആയിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് മെനി സൊല്യൂഷൻസ്, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? y = a, x = 4 - a എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? മെനി സൊല്യൂഷൻസ്, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ജിയോമെട്രിക്കൽ മീനിങ് വരുന്നത് ഈ 2 ലൈനുകൾ എന്താണ്? കോയിൻസൈഡ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ, കോയിൻസൈഡ് എന്ന് വെച്ചാൽ പാരലൽ അല്ല കേട്ടോ. കോയിൻസൈഡ് എന്ന് പറഞ്ഞാൽ പാരലൽ അല്ല. ഇത് 2x + 2y = 8 എന്നെടുത്തോ. ഇത് 2x + 2y = 8.
ദേ ഇതായിരിക്കും കണ്ട, കോയിൻസൈഡ് ചെയ്യും കണ്ട. ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ കണ്ട, കോയിൻസൈഡ് ചെയ്യും. പാരലൽ അല്ല കേട്ടോ, പാരലൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് കോയിൻസൈഡ് വരുന്നത്. 2x plus 2y is equal to 8, x plus y is equal to 4 കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, ഇന്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഒരു സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ എന്താണ് അതിനനുസരിച്ചുള്ള പോയിന്റുകൾ ഇന്റർസെക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. പാരലൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർസെക്ഷൻ നടക്കുന്നില്ല. കോയിൻസൈഡ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ജിയോമെട്രിക്കൽ മീനിങ്. ക്ലിയർ അല്ലേ? ഓക്കെ.